ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നത് വളരെ മനസ്സിനൊരു സന്തോഷമുള്ള ഒരു കാര്യം, എൻ്റെ മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ കൂടി അറിയിക്കാനാണ്. എന്താ സംഭവം എന്നല്ലേ? അതായത് മനസ്സിന് വളരെയധികം സന്തോഷമുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ, കുറച്ചാൾ മുമ്പ് സുരേന്ദ്രൻ ഒരു വീഡിയോ, അതായത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യൂട്യൂബിനകത്ത് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റാണ്. വേറെ ഒന്നല്ലടോ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചാവേർ ആക്രമണത്തിലൂടെ വധിക്കും അല്ലെങ്കിൽ വധിക്കണം എന്ന് പ്രഖ്യാപിച്ച ഒരു യൂട്യൂബർ, അതായത് പിന്നെ അറിയാമല്ലോ, ഷഫീന ബീബി. അപ്പോൾ അവളുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഏകദേശം ഒരു 3-3.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു. 1600-1700 പുറത്താണെന്ന് തോന്നുന്നു ഷെയർ പോയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ പല യൂട്യൂബർമാരും എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് അവരത് പേടിച്ച് ഡിലീറ്റ് ചെയ്തു. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അത് വളരെ മോശമായിട്ട്, ഇത്രയും ഒരു പുരുഷന്മാർ പോലും പറയാനിറക്കുന്ന വാക്കുകളാണ് ആ വീഡിയോയിൽ, അതായത് ക്ലബ് ഹൗസിനകത്തിരുന്ന് തെള്ളിമറിച്ചതാണ്. അത് സോഷ്യൽ മീഡിയയിലോട്ട് വന്നു, എല്ലാവരും അപ്ലോഡ് ചെയ്ത് എടുത്ത് കളഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ ധൈര്യപൂർവ്വം ആ ചാനൽ ഇട്ടിരുന്നത്, എൻ്റെ ചാനൽ ഇട്ടിരുന്നത്. ഇപ്പോൾ അറിയാമല്ലോ, പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് ജാനി മണിയും പിന്നെ വേറെ ഒരു സ്ത്രീയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നല്ലോ. അങ്ങനെ വന്നപ്പോൾ അത് വിവാദമായപ്പോൾ ഇതും കൂടെ കയറി ഞാൻ കൊളുത്തിയിടപോയി. കൊളുത്തി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൂടെയൊക്കെ ഒരു സ്ത്രീയുടെ വോയിസ് ഇങ്ങോട്ട് പുറത്ത് വിട്ടായിരുന്നു, അതായത് വട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. ആ വട്ടം അങ്ങോട്ട് കളി തുടങ്ങി കേട്ടോ. ഇപ്പം നിൻ്റെയൊക്കെ അണ്ണാക്കിലടിക്കുന്ന രീതിയിലായിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വം വരെ സംഭവം ഏറ്റെടുത്തിട്ടുണ്ട്. നിൻ്റെയും എൻ്റെയും ഉൾപ്പെടെയുള്ള പല ചാനലുകളും കേന്ദ്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പശുവും പാലി പണി കിട്ടും, സന്തോഷമായി. എന്നെ കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഞാൻ ആ വീഡിയോ എത്രയും നാളും ധൈര്യപൂർവ്വം ഇട്ടിരുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ, ഇന്നിപ്പോൾ ചർച്ചാ വിഷയങ്ങളാണ്, എല്ലായിടത്തും ചർച്ചാ വിഷയങ്ങളാണ്. നമ്മളുടെ മഹത്വം, നമ്മുടെ മറുനാടൻ മലയാളി. പറഞ്ഞോ. നമുക്ക് നെറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ്. മറുനാടൻ മലയാളി വരെ ശരിക്കും പേര് എൻ്റെ ഈ വീഡിയോ എടുത്ത് ഇപ്പോൾ റിയാക്ട് ചെയ്തിപ്പോൾ മാഡം ഇപ്പോൾ അങ്ങ് എയറിലാണ് ഒത്തിരി പേര്. ഇപ്പോൾ എന്തായാലും ആ വട്ട് നല്ലതുപോലെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തണം. അതിനുള്ള നിയമ നടപടികൾ ആര് തന്നെ ആയാലും അത് സ്വീകരിക്കണം. ഇത് ഇത്രയും ഈ സമൂഹത്തിന് വിഷവിത്തായിട്ടുള്ള ഒരു സാധനം. അതുപോലെ എനിക്കറിയാൻ കഴിഞ്ഞത്, ഈ ചാവേർ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രമല്ല, ആയുധ പരിശീലനങ്ങളും എല്ലാം കൊടുക്കുന്നതായിട്ട് ഇതിനകത്ത് എനിക്കറിയാൻ കഴിഞ്ഞു. കാരണം ചാവേർ ആക്രമണത്തിലൂടെ പ്രധാനമന്ത്രിയെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത് പോരാതെ ഈ ചാവേർ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ സ്ത്രീ ചെയ്തത്. ഇപ്പോ മറുനാടൻ മലയാളി ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ആർക്കും ആരെയെ കുറിച്ചും എന്തും പറയാവുന്ന അവസ്ഥയുണ്ട്. ചില കള്ളന്മാരെ തച്ചു തിരുത്തി നല്ലത് തുടർച്ചയായി പറയിച്ച് മോശം പറയുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തയും കേട്ടു. എന്തായാലും ഇക്കൂട്ടർ സോഷ്യൽ മീഡിയയെ മറ്റൊരു ലോകമാക്കി മാറ്റി വൃത്തികേടുകൾ പറഞ്ഞ് ഒളിച്ച് രസിച്ച് ജീവിക്കുകയാണ്. ഇവർക്കെതിരൊക്കെ നിയമ നടപടികൾ എടുക്കാൻ പരിമിതികളുണ്ട്. ഒന്ന്, നമ്മുടെ ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, അതിനെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. 2, അവഗണിക്കേണ്ടവർക്കെതിരെ കേസെടുത്ത് പോലീസിന് സമയം കളയേണ്ടതില്ല. ഈ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഇവർ അതിരുവിട്ട് തോന്നിയാസങ്ങൾ പറയുമ്പോൾ എങ്ങനെ അവഗണിക്കാൻ കഴിയും? ഇന്നലെ എനിക്ക് ഒരാൾ ഇവരുടെ ക്ലബ് ഹൗസിലെ ഒരു പെർഫോമൻസ് അയച്ചു തന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം, പക്ഷെ ഒരു കാര്യവുമില്ല, അതിൽ 90% ബീപ്പ് ചെയ്യേണ്ടി വരും. അത്രമാത്രം അശ്ലീല വാക്കുകൾ അവർ മോദിയെ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു ഫാഷനാണ് മോദിയെ തെറി പറയുക, അതിൽ ആനന്ദം കണ്ടെത്തുക. വാസ്തവത്തിൽ ഞാൻ അതിനെ നമ്മുടെ ജനാധിപത്യത്തിന് വിജയമായാണ് കാണുന്നത്. മോദി ഒരു ഫാസിസ്റ്റ് ആണെന്നും മോദിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും അതിൽ അപ്പോൾ തന്നെ പിടിച്ച് ജയിലിടുമെന്നൊക്കെ പറയുന്നിടത്താണ് മോദി CJPയുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു മന്ത്രിയെ തന്നെ രാജിവെപ്പിക്കുന്നത്. ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് സകലരും മോദിയെ ചീത്ത വിളിക്കുന്നത്. ഈ സ്ത്രീ പച്ചത്തെറി, അവർ പറയുന്നത് മോദിയെ കണ്ടാൽ ഞാൻ കൊല്ലും, മോദി എന്റെ മുമ്പിലേക്ക് വന്ന് പെടരുത്, എന്റെ മുമ്പിലെങ്ങാനും വന്നാൽ ഞാൻ അപ്പോൾ തന്നെ കൈകാര്യം ചെയ്യും, ഞാൻ അവർക്ക് അവസരം കിട്ടിയ കൊല്ലും.
ഏന്തിക്കുടയ്യ ഉളുത്തിക്കുടയ്യ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സാധനമാണ് നരേന്ദ്രമോദിയെ കൊല്ലാൻ പോകുന്നത്. അതായത് ഇദ്ദേഹത്തിന് ഒരു ധാർഷ്ട്യമുണ്ട്. ഞാനാണ് ഏറ്റവും വലുത്, എന്നെ കവിഞ്ഞിവിടെ വേറെ ആരും ഇല്ല എന്നുള്ളൊരു ധാരണ. നിനക്ക് പണി കിട്ടണം, പണി കിട്ടും. കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രയത്നിക്കുന്നത് കേട്ടോ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരാണ്? നീ മോഹൻലാലിന് അവരെ തന്തയിലത്തരം പറഞ്ഞു. ഈ സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരെല്ലാം തെറി പറഞ്ഞ് ആസ്വദിക്കുന്ന നിൻ്റെ ഈ മാനസിക രോഗം ഉണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നിനക്ക് പഠിക്കൂ. ഈ ഒരു സംഭവം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തിലൊക്കെ അറിഞ്ഞതാണ്. എന്നിട്ട് അവരത് ആക്ഷൻ എടുക്കാതിരുന്നത് ചിലപ്പോൾ ഒരു വർഗീയ വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതല്ല. ഈ നരേന്ദ്രമോദിയെ തെറി വിളിച്ചുകൊണ്ടുള്ള എല്ലാ വരുന്ന ചാനലുകളെല്ലാം പൂട്ടണമെന്നും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വം എല്ലാ ചാനലുകളും നിരീക്ഷിക്കുന്നതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ സോഷ്യൽ മീഡിയ കൊച്ചു കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ കയറി നോക്കുമ്പോൾ നിന്നെ പോലെയുള്ള മറ്റുള്ളവരുടെ അറിഞ്ഞം പുറഞ്ഞുള്ള തെറിവിളി ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ പല ആൾക്കാർക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കൂട്ടം കൂടി എന്നെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഇന്നലെ ഒന്നും വീഡിയോ ഇടാത്ത വരുന്നുണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുതിയ വീഡിയോ ചെയ്യാൻ തന്നെ ഒരു മടിയുള്ളൊരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ എനിക്ക് ജോലിയുണ്ട്. ജോലി കഴിഞ്ഞ് വന്നിട്ട് ആ ക്ഷീണത്തിലങ്ങ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 ദിവസം മുമ്പാണ്ട് ഒരു ലൈവിനകത്ത് വന്ന ഒരു മെസ്സേജൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അതിനകത്ത് ഏതോ ഒരു നായിൻ്റെ മോൻ പറയുന്നിട്ട് സുരേന്ദ്രൻ്റെ വീടറിയാൻ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പുഞ്ചിരി. പ്ലീസ് കാൾ മീ, പ്ലീസ് കാൾ മീ, വിളിക്കൂ. പിന്നെ ഈ ജിനു എന്ന് പറഞ്ഞ ആ യൂട്യൂബറുടെ വീട്ടിൽ പോയിട്ട് പിന്നെ പിടുത്ത് മെഴുകിയതുണ്ടോ ആ ലൈവിലിരുന്നിട്ട്, അതുപോലെ ചെറ്റത്തരം കാണിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരരുത്. എനിക്ക് നീ ഇരുന്ന് മൂത്രം ഒഴിക്കുന്ന കാണേണ്ട കാര്യമില്ല. എൻ്റെ ഭാര്യയായാലും മറ്റുള്ള സ്ത്രീകൾ മൂത്രം ഒഴിക്കുന്ന അതുപോലെ തന്നെയാണ്. നനക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഏത്തിക്കൂടെ പുളുത്തിക്കൂടെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ നിന്നുണ്ടാക്കി പഠിക്കേണ്ടി വരും കേട്ടോ. അതുപോലെ പിടുക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരരുത്. പിന്നെ അതല്ല, നീ വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാര്യം നീ വരുമ്പോൾ നിനക്ക് ചുരയ്ക്കാൻ കുറച്ച് മുടി എവിടെയെങ്കിലും വേണമല്ലോ. അപ്പോൾ തൽക്കാലം അത്യാവശ്യം ഉണ്ട്, അത് നീ വരുമ്പോൾ കാണിച്ചു തരാം. എന്നാലും കുറച്ചുകൂടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തണ്ടേ കേട്ടോ. വരണം കേട്ടോ. ഞാൻ കാത്തിരിക്കുകയാണ്. കുറേ നാളുകൊണ്ട് വരുമെന്ന് പറയുന്നു, ഇതുവരെ വന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ സുഹൃത്തുക്കളെ, ഇതുപോലെ അറിയാൻ കഴിഞ്ഞതാണ് ജനങ്ങളെ വർഗീയ കലാപത്തിനും ഒക്കെ ഇളക്കി വിടുന്ന ഒരു സ്ത്രീയാണത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവളുടെ അപ്പൻ്റെ വകയാണെന്നുള്ള രീതിയിലാണ് അവൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പല പ്രാവശ്യം ഓരോരുത്തർ വെറുതെ എന്നുള്ള വീഡിയോക്കകത്ത് പറയുന്നുണ്ട് സുരേന്ദ്രനെ സംസാരിക്കാൻ അറിയത്തില്ല, വിവരമില്ല, അറിഞ്ഞം പറഞ്ഞ തെറിയാണ് വിളിക്കുന്നത്. എനിക്ക് തെറി വിളിക്കാനല്ല, മാന്യമായിട്ട് സംസാരിക്കാൻ പറയും. ചില വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മളറിയാതെ തെറി പറഞ്ഞു പോകും. നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് കേട്ടോ. അപ്പോൾ പടക്കശാല പൂട്ടുമോ, പടക്കശാല പൂട്ടണം, പടക്കശാല പൂട്ടിയാൽ സ്റ്റാഫുകൾക്ക് ജോലി പോകും, ജോലി പോകും. പടക്കശാല പൂട്ടുമോ, പടക്കശാല പൂട്ടിയാൽ സ്റ്റാഫുകൾക്ക് ജോലി പോകും. തിരിനിറപ്പും മരുന്ന് നിറപ്പും അമിട്ട പോലും നിർമ്മിക്കണം, പടക്കശാല പൂട്ടുമോ. എനിക്ക് സന്തോഷമായി, എന്നെ കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള അലവലാദികൾക്കെതിരെ നിയമ നടപടി ശക്തമാക്കണം. ഒരാൾക്ക് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നതുപോലെ ഈ കലാപം ഉണ്ടാക്കാനൊക്കെ ആഹ്വാനം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാവണം. നിയമങ്ങൾ മാറി മറിഞ്ഞ് വരണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ തെറി വിളിക്കാനും ഈ അശ്ലീലത്തിനും തുണിയഴിച്ച് കാണിക്കാനും മാത്രമുള്ള പ്ലാറ്റ്ഫോം അല്ല. ഇപ്പം അങ്ങനെ മാറിയിരിക്കുകയാണ്. അതിനകത്തൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. അതിന് ശക്തമായ നിയമ നടപടികൾ വേണം. ഇതുപോലെയുള്ള കുറേ എണ്ണം അകത്താകുകയാണെങ്കിൽ അത് രാജ്യത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും പറയാനുള്ളൂ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.